സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ആ തല താഴെ വീണു. ആസാദ് രാജ്യം വിട്ടു. ഇനി സിറിയ എങ്ങോട്ട്? ലോകം ഭയക്കണോ? ലോകം ഭയന്നാലും ഇല്ലെങ്കിലും സിറിയയിലെ ക്രൈസ്തവ സമൂഹം ആശങ്കയിലാണ്. ആഭ്യന്തര യുദ്ധം വീഴ്ത്തിയ തലയ്ക്കു ബദലായി സിറിയയിൽ ഉയർന്ന തല ഒട്ടും ആസുരത കുറഞ്ഞതല്ല. പശ്ചിമേഷ്യക്കാകെ ഒരു പക്ഷേ ലോക സമാധാനത്തിനു തന്നെ ഭീഷണിയാകാവുന്ന IS-ന്റെ തീവ്രത പേറുന്ന ശിരസ്. ആ തല ഔദത്യത്തോടെ ഉയരാതിരിക്കുവാൻ ഇസ്രായേൽ പ്രഹരം നൽകി. സിറിയ എങ്ങോട്ട് എന്ന ചോദ്യം തൽക്കാലം ലോകത്തെ ഭയപ്പെടുത്തുകയില്ല എന്ന് ഇസ്രായേൽ ഉറപ്പുവരുത്തി കഴിഞ്ഞു. പക്ഷേ ന്യൂനപക്ഷമായ ക്രൈസ്തവർ ഭീതിയിലാണ്. ഒരിക്കൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവികതയുടെ പിള്ളത്തൊട്ടിലായിരുന്നു സിറിയ. ദമാസ്കസിലേക്കുള്ള യാത്രയാണ് വിശുദ്ധ പൗലോസിനെ വെളിച്ചത്തിലേക്കും ആധ്യാത്മിക ജീവനിലേക്കുമുള്ള ഗതിയായത്. 3 മാർപ്പാപ്പമാരെയും നിരവധി ദൈവശാസ്ത്ര പണ്ഡിതരെയും നൽകിയ നാട്, നിരവധി മനോജ്ഞ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഭൂമി, എലീഷായെ അനുസരിച്ച് നിസാര കർമ്മത്താൽ സൗഖ്യം നേടിയ സൈനാധിപൻ നമാന്റെ കർമ്മഭൂമി. എന്നാൽ ഇന്ന് അവിടെ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന വിഭാഗമാണ് ക്രൈസ്തവർ. ഇറാഖിലും ലെവാന്തിലും അഥവാ ഇറാഖിലും ഇസ്രായേൽ, ജോർദാൻ, ലെബനൻ, സിറിയ, സമീപത്തെ സൈപ്രസ്, തുർക്കി മേഖലകൾ എന്നിവിടങ്ങളിലുമായി ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട IS ഭീകരത ലോകത്തിന് ഓർമ്മയുണ്ട്. അതേ ഭീകരതയുടെ വിത്ത് മുളപ്പിച്ചവരാണ് സിറിയ ഭരണം പിടിച്ച സുന്നി പക്ഷ ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന HTS. സിറിയ കേന്ദ്രമാക്കി ഖിലാഫത്ത് മോഹം എളുപ്പം സാധിക്കാമെന്ന വ്യാമോഹം തലയിലേറ്റിയവർ. ആ വ്യാമോഹത്തിന് പ്രകരം നൽകാൻ കഴിഞ്ഞതും ഇസ്രായേലിന് മാത്രം. അവരത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗാസയിലും പശ്ചിമ തീരത്തും ഹമാസിന്റെ ശിരസ് താഴ്ത്താൻ വൻ വില കൊടുക്കേണ്ടി വന്നു. അത്തരത്തിൽ കാലം പോക്കാതെ സിറിയയിൽ ഇസ്രായേൽ വേഗം ഇടപെട്ടു. സിറിയ പിടിച്ച ഭീകരരുടെയും വിമതരുടെയും പ്രത്യാക്രമണ ശേഷിക്ക് പ്രഹരമേൽപ്പിച്ചു. ആ നാടിന്റെ ഒരു ഭാഗം ഇസ്രായേൽ സ്വന്തം പിടിയിലാക്കി. അനിശ്ചിതത്വങ്ങൾക്ക് നടുവിലും വസ്തുത ഇതാണ്: ഒരാഴ്ച മുമ്പ് സിറിയൻ ഭരണകൂടം വീണതും ജനം ഭയപ്പെട്ട ക്രൂരമൂർത്തി പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് ജനമറിയാതെ ജീവനും കൊണ്ട് പലായനം ചെയ്തതും റഷ്യ സ്ഥിരീകരിച്ചു പറഞ്ഞപ്പോൾ ചിലർ ഞെട്ടി, മിക്കവരും അമ്പരന്നു. ബാഷറിന്റെ പിതാവ് ഹഫീസ് അൽ അസാദിന്റെ പ്രതിമയുടെ തലയാണ് എതിരാളികൾ വീഴ്ത്തിയത്. സിറിയയിൽ 53 വർഷത്തോളം നിലനിന്ന ക്രൂരമായ കുടുംബ സ്വേച്ഛാഭരണത്തിന്റെ പ്രതീകമായിരുന്നു ആ പ്രതിമകൾ. ഈ വീഴ്ച പ്രാപഞ്ചിക നിയമപ്രകാരം അനിവാര്യം. പക്ഷേ 13 വർഷമായി നടക്കുന്ന ആഭ്യന്തര യുദ്ധം ഇങ്ങനെയൊരു ക്ലൈമാക്സിൽ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. സിറിയയെ പിന്തുണച്ചിരുന്ന റഷ്യയും ഇറാനും പോലും. ഗാസ യുദ്ധവും ലെബനൻ യുദ്ധവും ഒരു വഴിക്ക് നടക്കുന്നതിനിടെ വ്യാഴവട്ടത്തിലേറെയായ സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ പുറത്താരും തന്നെ വേണ്ട വിധം ഗൗനിക്കാതെ പോയി. റഷ്യയുടെയും ഇറാന്റെയും ഇപ്പോഴത്തെ ദുർബലാവസ്ഥ സൂക്ഷ്മബോധത്തോടെ കണ്ടുവെച്ച സിറിയയിലെ എതിർ സംഘങ്ങൾ അവസരം കൃത്യമായി ഉപയോഗിച്ചു. അവർക്ക് 13 ദിവസമേ വേണ്ടി വന്നുള്ളൂ ആലപ്പോയും ഹമായും ദമാസ്കസും പിടിച്ച് മുന്നേറുവാൻ. പക്ഷേ കൊട്ടാരം പിടിക്കും മുമ്പ് ബാഷർ കടന്നു കളഞ്ഞു. എങ്കിലും ഇസ്രായേലിന്റെ സൂക്ഷ്മ ദൃഷ്ടി യഥാസമയം തുറന്നു. സിറിയയിൽ സഹായികൾ കുന്നുകൂട്ടിയ ആയുധങ്ങൾ ഏന്തി ഭീകരർ ശക്തിപ്പെടാതിരിക്കാൻ ഇസ്രായേൽ ഉണർന്നു തന്നെ പ്രതികരിച്ചു. ബാഷറിന്റെ പലായനത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ഇടപെടൽ തേടി ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. 2011 തുടക്കമിട്ട ആഭ്യന്തര യുദ്ധത്തിന്റെ പരിണാമമാണ്
സിറിയയിൽ സംഭവിച്ചത്. എതിർ സംഘങ്ങൾ 2 ആഴ്ച കൊണ്ട് ക്ലൈമാക്സ് യാഥാർത്ഥ്യമാക്കി. എങ്കിലും റുമേനിയയിലെ നിക്കോളായ് ചൗഷസ്കിയും ലിബിയയിലെ മുവമ്മർ ഗദ്ദാഫിയും ഒരർത്ഥത്തിൽ സദാം ഹുസൈനും ഒക്കെ നേരിട്ട ഗതി ആസാദിന് ഉണ്ടായില്ല. പകരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ചാക്കിൽ പണവുമായി രാജ്യവും ജനങ്ങളെയും വിട്ട് ജീവനും കൊണ്ട് പലായനം ചെയ്ത ഹമീദ് ഹർസായിയെ പോലെ വൻ സമ്പത്തുമായി സുരക്ഷിത പലായനം ബാഷാർ ആസാദിന് സാധിച്ചു എന്നാണ് ഇതുവരെയുള്ള അറിവ്. ആൾ ജീവനോടെ ഉണ്ട് എന്നൊക്കെ അറിയാനിരിക്കുന്ന കാര്യം. കാലത്തിന്റെ തികവിൽ ഖമേനിമാർക്കോ കിം ജോങ് ഉന്മാർക്കോ നേരിടേണ്ടി വന്നേക്കാവുന്ന അവസ്ഥ. ബാഷറിന്റെ സ്വേച്ഛാധിപത്യത്തിനു പകരം അൽ ജലാനിയുടെയും HTSന്റെയും മതഭീകരവാദ ഭരണത്തിനെ ഇസ്രയേലും അമേരിക്കയും എന്തുകൊണ്ട് സമ്മതിച്ചു എന്ന ചോദ്യമുണ്ട്. തങ്ങളുടെ പണമോ പട്ടാളത്തെയോ അവിടെ നഷ്ടമാക്കേണ്ടതില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട്. ട്രംപിന്റെ ഉറച്ച നിലപാട് സ്വന്തം ഭാവി തീരുമാനിക്കാൻ പോന്ന ഇച്ഛാശക്തി കാട്ടാത്ത ജനതയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നത് അമേരിക്ക പലയിടത്തും അനുഭവിച്ചറിഞ്ഞ കാര്യം കൂടിയാണ്. സിറിയൻ ജനത വിജയിച്ചു എന്ന് കൊണ്ടാടുന്ന ഇവിടുത്തെ മതമാധ്യമങ്ങൾ മതാധിപത്യവാദികളുടെ മാത്രം വിജയത്തെയാണ് ആഘോഷിക്കുന്നത്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിന്റെ മറവിൽ എതിർ സംഘങ്ങൾ വിജയം നേടിയെന്നല്ലാതെ ബാഷർ ഭരണകൂടത്തെ തുരത്താൻ സിറിയൻ ജനത ശക്തമായിരുന്നില്ല. അവർ ഇനിയും വിജയിച്ചിട്ടുമില്ല. ആസാദിന്റെ തിരോധാനം ആഘോഷിക്കുന്ന അവർ അതിന് നിമിത്തമായ എതിർ സംഘങ്ങളെ ആലോചന കൂടാതെ അംഗീകരിക്കുന്നു. നാളെ എന്താകണം, എങ്ങനെയാകണം എന്ന് നിശ്ചയിക്കാനുള്ള ജനാധിപത്യ ശക്തിയോ ജനകീയ ഐക്യമോ ഇനിയും സിറിയയിൽ ഉരുതിരിഞ്ഞിട്ടില്ല. ആശങ്കയിൽ കഴിയുന്നത് ക്രൈസ്തവരും ജുലാനി വിരുദ്ധ കുർദ് വിഭാഗങ്ങളും മറ്റുമാണ്. പക്ഷേ HTSും സിറിയയിലെ ഭീകരവാദികളും ഹമാസിനെ പോലെ തകരാൻ ഏറ്റവും നല്ല അവസരമായി ഇതിനെ കാണുന്നു എന്നത് ഇസ്രയേലിന്റെ പക്ഷത്തെ ഉത്തരം. സിറിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. HTS ഇപ്പോൾ ആ അരോചക സംഗീതം കേട്ടേ മതിയാകൂ. രാജ്യത്തെ കെട്ടിപ്പടുക്കാതെ HTSോ ജുലാനിക്കോ ഖിലാഫത്ത് എന്ന വ്യാമോഹ മന്ത്രവും ചൊല്ലി ഏറെ കാലം കഴിയാനാവില്ല. ഭരണം കിട്ടിയിട്ടും നാടുപടുക്കാതെ യഹൂദ വിരുദ്ധ മന്ത്രം 5 നേരവും ചൊല്ലി പാലസ്തീനികളെ കഠിനമായി വഞ്ചിക്കുകയായിരുന്നല്ലോ ഹമാസ്. ലോകത്തെ കബളിപ്പിച്ച് പണമൂറ്റിയ ഹമാസിനും PLOയ്ക്കും ലഭിച്ച സാധ്യത സിറിയ പിടിച്ച തീവ്രവാദികൾക്കില്ല. സഹായിക്കേണ്ടുന്ന ഇറാനും റഷ്യയും അഗാധത്തിൽ. ഖിലാഫത്തുണ്ടാക്കും, ജെറുസലേം പിടിക്കും എന്നൊക്കെ പറയുന്ന അതിമോഹ ബോഷത്തിന് ചൂട്ടുപിടിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളെയും കിട്ടില്ല. HTSനെയും ജുലാനിയെയും തോന്നും പടി സ്വസ്ഥമായി ഭരിക്കാൻ അവിടുത്തെ തന്നെ മറ്റു സംഘങ്ങൾ അനുവദിക്കുമെന്നും കരുതേണ്ട. ചുരുക്കത്തിൽ സിറിയയിലെ ഖിലാഫത്ത് വാദികളുടെ പല്ലും നഖവും അടർത്താൻ ഇസ്രയേലിനെ കൈവരുന്ന അവസരം. ഹമാസിനെ തളർത്താൻ കഴിയില്ലെന്ന സിദ്ധാന്തത്തെയും ഹമാസിനെയും ഇസ്രയേൽ വേണ്ട വിധം കൈകാര്യം ചെയ്തു. ഹിസ്ബുള്ളയെയും ലബനനെയും പാഠം പഠിപ്പിച്ചു. അതേ അവസ്ഥയിലേക്ക് സിറിയയിലെ ആഭ്യന്തര വെല്ലുവിളി നേരിടുന്ന ഭീകര സംഘങ്ങളെയും എത്തിക്കാൻ കഴിയുമെന്ന നിശ്ചയത്തിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് സിറിയയെ ലോകം ഇപ്പോൾ യുക്തി വിട്ടു ഭയക്കേണ്ട എന്ന് സാരം. പക്ഷേ എണ്ണത്തിൽ ചുരുങ്ങിയ ക്രൈസ്തവർക്ക് ആശങ്കയാണ് മിച്ചം. സിറിയയിൽ വന്നേക്കാവുന്ന മതാധിപത്യ ഭരണത്തെ അവർ ഭയക്കുന്നു. അങ്ങനെയൊന്നിനെ ചെറുക്കാൻ മാത്രം ജനാധിപത്യ ബോധവും കരുത്തും സിറിയയിലെ ജനത ആർജിച്ചിട്ടില്ലല്ലോ ഇതുവരെ. HTSും ജുലാനിയും മറ്റും തങ്ങളുടെ സ്വഭാവം എളുപ്പം ഉപേക്ഷിക്കുമെന്നും കരുതേണ്ട. ഇപ്പോഴവർ സൗമനസ്യമോ ഇളവോ ഒക്കെ കാട്ടുന്നു. ഇറാന്റെ അനുഭവം ഓർമ്മിച്ചാകാം. പക്ഷേ ലക്ഷ്യം ഇസ്ലാമിക ഭരണം കൂടെ തന്നെയാണ്. ഉദ്ദേശം ജെറുസലേം വരെ പിടിച്ചെടുത്ത് ഖിലാഫത്ത് സ്ഥാപിക്കുകയും അവർ ഒന്നും വിട്ടും പറഞ്ഞിട്ടില്ല. ലോകത്തിന് ഭീതിക്ക് കാരണമില്ല.
ഹമാസിന്റെ കാര്യത്തിൽ അസാധ്യമെന്ന് പലരും പറഞ്ഞ് ഹിസ്ബുള്ളയെയും കൂടി കാര്യത്തിൽ ഇസ്രയേൽ സാധ്യമാക്കി. അതിലപ്പുറം സിറിയയോ ജുലാനിയോ ലോക സമാധാനത്തെ വെല്ലുവിളിക്കുമെന്ന് ഇപ്പോൾ കരുതാൻ ന്യായമില്ല. എങ്കിലും 2011 ആഭ്യന്തര യുദ്ധം തുടങ്ങും മുമ്പത്തെ 15 ലക്ഷത്തിൽ നിന്ന് പലായനം നിമിത്തം 3 ലക്ഷമായി ചുരുങ്ങിയ സിറിയയിലെ ഇന്നത്തെ ക്രൈസ്തവർ ആശങ്കയിലാണ്. സിറിയ എങ്ങോട്ട് എന്നത് അവരെ ബാധിക്കുന്ന വലിയ ചോദ്യവുമാണ്. 60 വർഷം മുമ്പ് ഇസ്രായേലിന് വൻ നഷ്ടം സംഭവിച്ച മണ്ണാണ് സിറിയ. യുദ്ധനഷ്ടമല്ല, ഇസ്രായേലിന് തങ്ങളുടെ ചാരന്മാരിലെ വീരപുരുഷനെയും മൊസാദിന് അതിന്റെ ഏറ്റവും ഐതിഹാസികനായ ഫീൽഡ് ഏജന്റിനെയും അന്ന് നഷ്ടമായി. 1965 ദമാസ്കസിൽ പരസ്യമായി തൂക്കിലേറ്റപ്പെട്ട ഈലി കോഹനെ ബാഹ്യ സമൂഹം ഈലി കോഹൻ എന്ന് വിളിച്ച സൂപ്പർ ചാരനെ, ലോകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിനെ കനത്ത ആഘാതമേൽപ്പിച്ച ദുരന്തത്തിലെ നായകൻ. 60 വർഷത്തിനു ശേഷം കോഹനെ മ്യൂസിയം നിർമ്മിച്ച് ഇസ്രായേൽ ആദരിച്ചു. ഇന്നും കോഹനെ ആവേശത്തിന്റെ ഉറവിടമായി ഇസ്രായേൽ കാണുന്നു. പക്ഷേ സിറിയൻ അധികൃതർ എവിടെയൊക്കെയോ മാറി മാറി സംസ്കരിച്ച് ഇനിയും ഇസ്രായേലിനോ കുടുംബത്തിനോ വിട്ടുകിട്ടാത്ത ഭൗതിക അവശിഷ്ടമായി സിറിയൻ മണ്ണിൽ പൊടിയായി ശയിക്കുകയാണ് ഈലി കോഹൻ. സിറിയയിലെ ഇപ്പോഴത്തെ വിജയം ഇസ്രായേലിന് ഇതടക്കം പല കണക്കുകളുടെ തീർപ്പാകാം. കോഹൻ അജ്ഞാതമായി അടിഞ്ഞു ചേർന്ന നാടിന്റെ മണ്ണിൽ ഒരു ഭാഗം തന്നെ ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. കോഹനോട് വ്യക്തിബന്ധവും സൗഹൃദവും ഉണ്ടായിരുന്നിട്ട് പോലും കോഹൻ യഹൂദ വംശജനായ ഇസ്രായേലി ചാരൻ എന്ന ഞെട്ടിച്ച കണ്ടെത്തലിന്റെ അന്ത്യത്തിൽ മരണ വാറന്റിൽ ഒപ്പുവെക്കുകയെ സിറിയൻ പ്രസിഡന്റ് അമിൻ അൽ ഹഫീസിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. കോഹന്റെ ജീവൻ രക്ഷിക്കാൻ അന്ന് നിരവധി ലോക നേതാക്കൾ സിറിയയോട് അഭ്യർത്ഥിച്ചു. പോൾ 6 മാർപ്പാപ്പയും നിരവധി രാജ്യങ്ങളിലെ ഭരണതലവന്മാരും പാർലമെന്റേറിയന്മാരും മനുഷ്യാവകാശ സംഘടനകളും ഉൾപ്പെടെ ഫ്രാൻസും കാനഡയും ബെൽജിയവും ഔദ്യോഗികമായി തന്നെ കോഹാന്റെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ടു. ഇസ്രയേലിന്റെ അന്നത്തെ വിദേശകാര്യമന്ത്രി ഗോൾഡോ മേയർ സോവിയറ്റ് യൂണിയനോട് വരെ അഭ്യർത്ഥിച്ചു. പക്ഷേ സിറിയൻ അധികൃതർ വഴങ്ങിയില്ല. കോഹാനോട് അടുപ്പമുണ്ടായിരുന്ന 17 സൈനിക ഉദ്യോഗസ്ഥർ കൂടി ഈ കേസിൽ തൂക്കിലേറ്റപ്പെട്ടു എന്നതിൽ നിന്നും വ്യക്തമാണ് കോഹാന്റെ ചാരപ്പണിയുടെ വലയം എത്ര വിപുലമായിരുന്നു എന്നും സിറിയയെ അത് എത്രമാത്രം പിടിച്ചു കുലുക്കിയെന്നും. മുസ്ലിം നാട്ടിൽ ജീവിക്കുന്ന യഹൂദരെ ഇസ്രയേലികൾ വിളിച്ചിരുന്ന പേരാണ് മിസ്രാഹികൾ. അങ്ങനെ ഒരു മിസ്രാഹി യഹൂദ കുടുംബത്തിലെ അംഗമായി ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജനിച്ചു വളർന്ന കോഹാൻ സൂയസ് കനാൽ പ്രതിസന്ധി കാലത്ത് പുറത്താക്കപ്പെട്ടിട്ടാണ് ഇസ്രായേലിലെത്തിയത്. പിന്നീട് സിറിയയിലേക്കുള്ള മൊസാദ് ചാരനായി നിയോഗിക്കപ്പെട്ടു. 1961 അർജന്റീനയിലേക്ക് പോയ സിറിയൻ കുടിയേറ്റക്കാരൻ എന്ന മട്ടിൽ ജീവിച്ച് സിറിയൻ രീതികൾ അഭ്യസിച്ച ശേഷം സിറിയയിൽ മടങ്ങിയെത്തിയ പ്രവാസി എന്ന മട്ടിൽ ദമാസ്കസിൽ താമസമാക്കി. 1963 പട്ടാള വിപ്ലവത്തിലൂടെ സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ബാത്ത് പാർട്ടി നേതാക്കളുമായി വരെ അടുത്ത ബന്ധം സ്ഥാപിച്ച കോഹാനെ സിറിയയുടെ ഉപപ്രതിരോധ മന്ത്രിയാക്കാൻ വിപ്ലവ നേതാവായിരുന്ന അമീൻ അൽ ഹഫീസ് പലവട്ടം പരിഗണിച്ചിരുന്നു എന്നറിയുമ്പോഴാണ് കോഹന്റെ സാമർത്ഥ്യം പിടികിട്ടുക. താൻ ഇനി സിറിയയിലേക്ക് ഇല്ലെന്ന് 1964 ഇസ്രായേലിൽ എത്തിയ വേളയിൽ കോഹാൻ പറഞ്ഞിട്ടും ഒരിക്കൽ കൂടി അധികൃതർ കോഹാനെ നിർബന്ധിച്ച് സിറിയയിലേക്ക് അയക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്തായാലും കോഹൻ അത് തിരിച്ചു വരാത്ത യാത്രയായി. ഇസ്രായേലിന് തീരാ നഷ്ടവും. പക്ഷേ കോഹാൻ നൽകിയ വിവരങ്ങൾ ഇസ്രായേലിനെ ചെറിയ വിധത്തിലൊന്നുമല്ല സഹായിച്ചത്. ഇസ്രായേലിന് വെള്ളം കിട്ടാത്ത വിധം ജോർദാൻ ജലം വഴി തിരിച്ചുവിടാൻ സിറിയ പമ്പ് ഹൗസ് നിർമ്മിച്ച കാര്യം ഇസ്രായേൽ അറിഞ്ഞതും സിറിയയെ ഞെട്ടിച്ചുകൊണ്ട് ആ പമ്പ് ഹൗസ് ഇസ്രായേൽ തകർത്തതും കോഹൻ നൽകിയ വിവരപ്രകാരമാണ്.
1967 ഷഡ്ദിന യുദ്ധത്തിൽ സിറിയയെ ഇസ്രായേൽ വട്ടം കറക്കി തോൽപ്പിച്ചത് 1965 പിടിക്കപ്പെടുന്നതിന് മുമ്പ് കോഹാൻ കൈമാറിയ കനപ്പെട്ട സൈനിക വിവരങ്ങളുടെ സഹായത്താലാണ്. കോഹാന് നഷ്ടപ്പെട്ട മണ്ണിൽ ഇസ്രായേൽ നേടുന്ന വിജയം കണക്കു തീർക്കൽ കൂടിയാണല്ലോ. പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഇസ്രായേൽ ഇപ്പോഴും കോഹാന്റെ ഭൗതികാവശിഷ്ടം സിറിയയിൽ എവിടെയെന്ന അന്വേഷണത്തിലാണെന്നു തന്നെ. ആരാധനാലയങ്ങളുടെ മേലുള്ള അവകാശവാദം സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ഉത്തരവ് വളരെ പ്രസക്തം. രാജ്യത്തെ ആരാധനാലയങ്ങളുടെ തറമാന്തി പുരാതന ഉടമസ്ഥാവകാശം നിർണയിക്കാനുള്ള പ്രവണത അതിരു കടന്നത് തന്നെ. ഇങ്ങനെ കുഴിച്ചാൽ എവിടം വരെയാണ് രാജ്യമെത്തുക? ഇസ്ലാമിന്റെ പവിത്ര സ്ഥാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതുപോലെ പ്രസക്തമാണ് രാമഭക്തരുടെ പവിത്ര സ്ഥാനമായ അയോധ്യ സംരക്ഷിക്കപ്പെടണം എന്നതും. അത് ഒരേ ഒരു പരമസ്ഥാനത്തെ കുറിച്ചുള്ള ആവശ്യം, അല്ലെങ്കിൽ ചുരുക്കം സുപ്രധാന പവിത്ര സ്ഥാനങ്ങളെ കുറിച്ചുള്ള അവകാശവാദം. അത്തരം സുപ്രധാന സ്ഥാനങ്ങൾ ഒഴികെ തോന്നുന്ന പുരാതന ആരാധനകളെ കുറിച്ചെല്ലാം ഓരോ വിഭാഗവും അവകാശം പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെ അത് പരിണമിക്കും? രാജ്യത്തെ നിരവധി മസ്ജിദുകളുടെയും മറ്റ് ആരാധനാലയങ്ങളുടെയും അടിയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗവും, ക്ഷേത്രങ്ങളുടെ മേൽ തങ്ങളുടെ ആരാധനാലയ അവകാശം ഉന്നയിച്ച് മറ്റു വിഭാഗങ്ങളും തർക്കവും സർവേ ആവശ്യവും ഉന്നയിക്കുന്നത് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ്. അത്തരം തർക്കങ്ങൾക്ക് വഴങ്ങി എല്ലാം സർവേ ചെയ്യാനും പൊളിക്കാനും തുടങ്ങിയാൽ എന്തൊക്കെയാണ് അഴിച്ചും പൊളിച്ചും കളയേണ്ടി വരിക? ഏറ്റവും പ്രധാനമായി അതുവഴി തകർക്കപ്പെടുക ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും തന്നെയാകും. അത്തരം ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ ജനങ്ങൾ സമാധാനത്തോടെ കഴിയും? കാലാഹരണപ്പെടില്ല എന്ന വാദത്തോടെ കാണുന്നിടത്തൊക്കെ വഖഫ് അവകാശം പറയുന്ന അതിക്രമം അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് വളരെ മുമ്പത്തെ ക്ഷേത്രാവകാശവും മസ്ജിദ് അവകാശവും മറ്റ് ആരാധനാലയ അവകാശവും പറഞ്ഞെത്തുന്നത്. എല്ലാത്തിനും അതിരു കൽപ്പിക്കാൻ നമുക്കൊരു വിച്ഛേദന വർഷമുണ്ട്, സ്വാതന്ത്ര്യലബ്ധിയുടെ വർഷം. അന്നാണ് നാം നൈയാമികമായി ഒരൊറ്റ പരമാധികാര ജനതയും ഒരേ പരമാധികാര രാഷ്ട്രവുമായി ലോകത്തോട് വിളംബരം ചെയ്ത് സ്വയം സ്ഥാപിച്ചത്. അന്നോ തൊട്ടു മുമ്പോ ഉള്ള നാളുകളിലെ അവകാശം പറയുന്നത് മനസ്സിലാക്കാം. എന്നാൽ തലമുറകൾക്കോ നൂറ്റാണ്ടുകൾക്കോ മുമ്പത്തെ അവകാശ സങ്കല്പം അവകാശമായി സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ആരും എങ്ങും എവിടെയും എത്തുകയില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്ക് തലമുറകൾക്ക് മുമ്പ് ക്ഷേത്രങ്ങളോ മസ്ജിദുകളോ ഉണ്ടായിരുന്നാൽ തന്നെ അവ സ്ഥാപിച്ച തലമുറയും അവരുടെ എത്രയോ അനന്തര തലമുറകളും കടന്നുപോയി. അതിൽ പങ്കില്ലാത്ത ഇന്നുള്ളവർ കേവലം മാത്സര്യമോ വിദ്വേഷമോ നിമിത്തം തർക്കവും അവകാശവാദവും പറഞ്ഞിറങ്ങിയാൽ രാജ്യത്ത് കുത്തിപ്പൊളിക്കേണ്ടാത്ത ഒരിടവും കണ്ടെന്നു വരില്ല. ഒരിടത്തും സമാധാനം അവശേഷിച്ചെന്നും വരില്ല. ചരിത്രത്തിലെ എല്ലാ തെറ്റുകളും തിരുത്തി എല്ലാം തച്ചുടച്ചും പൊളിച്ചിളക്കിയും ശരി സ്ഥാപിക്കാം എന്നത് മൗഢ്യമാണ്. അങ്ങനെ ശരി സ്ഥാപിക്കാനുള്ള അപ്രമാദിത്വം ആർക്കാണുള്ളത്? സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് കാരണമായ പരാതി നൽകിയവരും പ്രത്യേകം ഓർമ്മിക്കണം. വഖഫ് അവകാശം എന്ന് പറഞ്ഞ് അവർ തുടങ്ങി വെച്ചിരിക്കുന്ന തർക്കങ്ങളും നാടിന്റെ സ്വച്ഛത നശിപ്പിക്കുന്ന മതാധികാരവാദം തന്നെയാണ്. തങ്ങളുടെ മതത്തിനു മാത്രം ഭൂമിയിൽ എവിടെയും ഏത് രാജ്യത്തും തനത് നിയമം അടിച്ചേൽപ്പിക്കാൻ അവകാശമുണ്ടെന്ന് ഭാവിക്കുന്നവരുമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആരെയും വെല്ലുവിളിക്കുന്ന ദൈവിക പട്ടാളത്തിന്റെ മട്ടിൽ ചരിക്കുന്നവരുമുണ്ട്. ആരുടെ സംസ്കാരവും തങ്ങൾക്ക് മുമ്പിൽ തല കുനിക്കണം എന്ന് ശഠിക്കുന്നവരുമുണ്ട്. വഴങ്ങിയില്ലെങ്കിൽ ഭീകരത കാട്ടി കീഴടക്കാൻ മുതിരുന്നവരുമുണ്ട്. ഇതൊക്കെ എന്നാളും എല്ലാവരും അംഗീകരിച്ചു തരുന്ന കാര്യമായി ആരും കരുതിക്കൂടല്ലോ. പോലീസും പട്ടാളവും മാറിയാൽ
ആരെയും കൈകാര്യം ചെയ്ത് കാണിക്കാം എന്ന് പറയുന്നവർ പോലുമുള്ള തലമുറയിലാണ് നാം കഴിയുന്നതെന്ന് ഓർക്കണം. അതും അങ്ങനെയുള്ളവരെ നേരിടാൻ അതേ മട്ടിൽ ബദലിന് ഒരുങ്ങുന്നതും നിയമവാഴ്ചയുള്ള സമൂഹത്തിന് അംഗീകരിക്കാവുന്നതല്ല. ഇത്തരം പ്രവണതകളെല്ലാം പതിവില്ലാതെ വെളിപ്പെടുമ്പോൾ സുപ്രീം കോടതി അനുശാസിച്ച നിയന്ത്രണവും വിലക്കും മാത്രമാണല്ലോ പ്രതിവിധിയാകുക. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.